ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ഫുട്ബോൾ മാച്ചാണ്. അപ്പോൾ നമ്മൾ നൈസായിട്ടൊരു കളി കളിക്കും, ജയിക്കുമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം എല്ലാവരും ആദ്യമായിട്ട് തന്നെ ആയിരിക്കും കാണുന്നത്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നിമിഷം ഇട്ടാൽ ഓക്കെ. നമുക്ക് എന്തായാലും കളി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഓപ്പണിനെ കിട്ടിയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് എന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. താങ്ക് യു ഫോർ വിഷസ് ബ്രോ. ഇതാണ് നമ്മുടെ സ്കോഡ്. പ്രത്യേകിച്ച് വിട്ടീനെ ഒന്നും ഇറങ്ങിയേക്കാം. അങ്ങനെ വേണ്ട, സാബിനെ കളിക്കിട്ട് പറയാക്കൊത്തില്ല. ഇനി ചിലപ്പം കളിയൊന്നും പോയിട്ടാണ്. മെസ്സി ഇതാണ് അവൻ്റെ സ്കോഡ്. പൊടിച്ച് മെസ്സിയൊക്കെ ഉണ്ട്. എൻ്റെ ടീമിലുണ്ടായിരുന്നു പൊടിച്ച്. മെസ്സി വന്നതിന് ശേഷം ആണെങ്കിൽ ഇല്ലാണ്ടായിപ്പോയി. മെസ്സി കുഴപ്പമില്ല, കളിക്കാൻ അറിയാവുന്നവർക്ക് കുഴപ്പമില്ല. ബട്ട് എന്നെ പോലുള്ള നൂബിഡാസിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, ഇത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ്. അങ്ങനല്ല, കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ ഇല്ല, ഒന്ന് തൊടുമ്പോഴത്തേക്കും ഒന്ന് പറക്കുവാണ്. എന്ത് ചെയ്യാനാണ്, ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടേ. എന്തായാലും നോക്കാം. ലേഡിയൊക്കെ കണ്ടു ഫെറാൻഡോറസിനൊക്കെ നമ്മളെ പാവം പഠിക്കുന്നുണ്ട്. പയ്യെ നമ്മളെ തോപ്പിക്കാനായിരിക്കും. എനിക്കാണ് നമ്മളെ എന്തായാലും നമ്മൾ തോക്കും. പിന്നെ തോറ്റാൽ ഞാൻ ഇല്ലാതാവും, അത് വേറൊരു കാര്യമാണ്. തോറ്റാലേ ഞാൻ ഇല്ലാതായി മാറും. എന്തോ കാര്യമൊന്നും എനിക്കറിഞ്ഞൂടാ, എൻ്റെ ചോദിക്കുകയും ചെയ്യരുത്. നല്ലൊരു ഗോളായിരുന്നു. ഈ ദേഷ്യം വരുന്നുണ്ട്, പക്ഷേ നമ്മൾ കൊണ്ടുകൊടുത്ത ഗോളാണ്. അവിടെ ഡേവിഡ് വി എന്താണ് അവിടെ പാസ് അടിക്കുക, എന്തൊരു കഷ്ടമാണ് ഈ ഉണ്ടാക്കന്മാരെ. എന്തായാലും തിരിച്ചടിച്ചിരിക്കും, തിരിച്ചടിക്കണം. ഓക്കെ, മെസ്സി സാധാ ഷോട്ട് അടിച്ചാൽ മതിയായിരുന്നു. കുഴപ്പം കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടാക്കി കൊടുക്കുന്നതൊക്കെ പോലെ. കള്ള ഹൈമാറി, ഒരു കള്ള ഹറാമി. പിന്നീട് കറക്റ്റ് ബോൾ വന്നിട്ടുണ്ട്. നല്ലൊരു കളിയായിരുന്നു. നല്ല സത്യം പറയാമല്ലോ, ഡിഫൻസ് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ആ ഡേവിഡ് വിയുടെ അവിടെ നിന്ന് നല്ല റണ്ണ് കിട്ടി, നല്ല സ്പേസ് കിട്ടി. ഇപ്പുറത്ത് ഇൻസാക്കി ഫ്രീ ആയിരുന്നു, അവളോട് ജസ്റ്റ് ഒരു ത്രൂ ഇട്ടാൽ മതി, അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കും. ഉടനെ അടുത്ത റണ്ണ് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ അവിടെ ഒരു പാസ് പോയാലേ അത് 90% ഗോളാവാനാണ് ശരിയാണ്. കഴിഞ്ഞ ഗോൾ ഇതേപോലെ ആയിരുന്നു. ഭാഗ്യം ഈ പ്രാവശ്യം എൻ്റെ ഫെറാൻഡോറസിന് കുറച്ച് പ്രഷർ കൂടി, ചെങ്ങായി പാഴിച്ച് പുറത്ത് കളഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പം ഗായ്സ് എന്തായാലും നോക്കാം. ഓക്കെ, അപ്പം ഡേവിഡിയുടെ ചെന്നിട്ടുണ്ട്. ഓക്കെ, ഷൂസ്കൂണ്ട് ഗൈസ് നോക്കാം. ഓക്കെ നൈസ് പാസ്. ഡേവിഡിയ റൺ പ്ലീസ്. അവൻ പ്രഷർ ചെയ്ത് വരുന്നില്ല. ഈ കളിശൈലി മനസ്സിലായോ? പ്രഷർ ചെയ്ത് അപ്പം പൊട്ടിയത്. എന്താ അറിയാം,
പോസ്റ്റിൻ്റെ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്ന പയ്യനാണ് കേട്ടോ. തൊട്ട് കയറാൻ ചാൻസ് ഉണ്ടെങ്കിൽ പോലും മെസ്സിയെ കൊണ്ട് ഓടി. മെസ്സി ഓടിയില്ല, മാറി. പണിയാവൂല ഇത്. നോക്കാം, എന്നെ സൈഡായിട്ട് ഒരു ഗോൾ ഞാൻ കൺസിഡർ. എനിക്ക് അങ്ങനെ ഈ സൈഡിൽ നിന്ന് ഗോൾ കൺസിഡർ ചെയ്യുന്ന ഇഷ്ടമല്ല. എന്തായാലും എന്താ തീരുന്നു. എന്തായാലും ഇനി അവൻ്റെ സൈഡാണ്. ഈ സൈഡിൽ നിന്ന് എനിക്ക് കളിക്കുന്നതും വലിയ ഇഷ്ടമല്ല. നോക്കാം, ഫിലിപ്പോ ഇൻസാക്കി റൺ. അവിടെ ഞാൻ അത്ര ലേറ്റാക്കി. അതാ കുഴപ്പം, അതാണ് കുഴപ്പം. കണ്ട, അവിടെ ഞാൻ ത്രോവും കൊടുത്തു. പിന്നെ ഇങ്ങനെ നല്ല പാമ്പിനെ കണ്ട് പേടിച്ചതുപോലെ അവിടെ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്ലേസ് എക്സെപ്റ്റ്. നല്ലൊരു പൊസിഷൻ പോയിട്ട് മുന്നോട്ട് ചങ്ങായി അവിടെ നല്ലൊരു അടി അടിച്ചു. പിന്നെ അത്യാവശ്യം ഫിനിഷിംഗ് ഉള്ളൊരു പ്ലെയറാണ് പേടിക്കേണ്ടത്. അതുകൊണ്ട് പിന്നെ പേടിക്കാൻ കാര്യങ്ങളില്ലായിരുന്നു. മെസ്സി നൈസ് ഫ്രം മെസ്സി, നൈസ്. നമ്മൾ 4 ഗോൾ അടിച്ചിട്ടുണ്ട്. മെസ്സിയുടെ ഇനി നല്ലൊരു സ്ട്രോങ് പൊസിഷനിങ്ങും പിന്നെ നല്ലൊരു പൊസിഷനിങ്ങും. ഓക്കെ, അവൻ്റെ ഒരു നല്ല റണ്ണാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ബട്ട് ശരിയായില്ല റണ്ണ്. അവിടെ റണ്ണ് കറക്റ്റായിട്ട് വന്നില്ല. എനിക്ക് അങ്ങോട്ട് ഇവനെ കൊണ്ട് അങ്ങോട്ട് കളിപ്പിക്കുക വെക്കുന്നില്ല. മെസ്സിയെ കളിപ്പിക്കേണ്ട രീതിയിലല്ല ഞാൻ കളിപ്പിക്കുന്നത്. Messi para Messi. മെസ്സി എല്ലാം ഡബിൾ ടച്ച് ചൂടി ഒന്ന് കറക്റ്റായിട്ട് വന്നായിരുന്നെങ്കിൽ നൈസായിട്ട് ഒരു ഗോളായിരുന്നു. ബട്ട് എന്ത് ചെയ്യാനാ, നിർഭാഗ്യം. ഇത്ര പറയാവുള്ളൂ. ഓട്ടോ എല്ലാവർക്കും എല്ലാ കഴിവുകളും ദൈവം കൊടുക്കില്ലല്ലോ. ചങ്ങനെ ഇറങ്ങിപ്പോയോ? 3 ഗോളായതേ ഉള്ളല്ലോ. 3 ഗോളിന് ഇറങ്ങിപ്പോകേണ്ട ആവശ്യമില്ല. ഇല്ലല്ലോ, 3 ഗോളിന് ഇറങ്ങിപ്പോകേണ്ട ആവശ്യമില്ല. 5, 6, 7 ഞാനങ്ങനെ നിൽക്കും. 8 ഗോളായ പോലും ഞാൻ നിൽക്കും. എനിക്ക് ഇറങ്ങേണ്ട ആവശ്യം. ഞാൻ എന്നെ വരെ ഇറങ്ങിയിട്ടില്ല. മാക്സിമം ഞാൻ അവനെതിരെ 1 ഗോള് സ്കോർ ചെയ്യുന്നു. എത്ര? എങ്ങനെ തോറ്റാലും 1 ഗോൾ.